ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷെഫ് പിള്ളയുടെ സ്പെഷ്യൽ റെസിപ്പിയായ ഫിഷ് നിർവാണമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി വീഡിയോയിലോട്ട് പോകാം. അതിനു വേണ്ടി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഒരു നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കുക. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതൊന്നും ചേർക്കുന്നില്ല ഇപ്പം. എന്നിട്ട് മീനെടുത്ത് ഇവിടെ ഞാൻ ആവോലിയാണ് എടുത്തിരിക്കുന്നത്. അത് നടുക്കൂടെ ഇങ്ങനെ വരിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പുരട്ടി ഒരു 10 മിനിറ്റ് വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ നല്ലത്. അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കുക. അതിന് ശേഷം മീൻ ഓരോന്നും കറക്കിയിടുക. നല്ല രീതിയിൽ ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് തിരിച്ചിടുക. അതിന് ശേഷം ഓരോ മീനും എടുക്കുക. നല്ല ഫ്രൈ ആകരുത്. എല്ലാ മീനും വറുത്ത് കോരുക. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചട്ടി ഒന്ന് കറക്കി വയ്ക്കുക. അതിലേക്ക് വാഴയില എടുത്ത് വയ്ക്കുക. ഇനി വേണ്ടിയത് അതിലേക്ക് കുറച്ച് വേപ്പില ഇടുക. ഈ വറുത്ത് വെച്ചിരുന്ന അതിൻ്റെ ബാലൻസ് എണ്ണ ഉണ്ടല്ലോ, അത് കുറച്ച് അതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം മീൻ ഓരോന്നും എടുത്ത് വയ്ക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞത് വേണം ഇടാൻ. ഇനി കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് ഒഴിച്ച് വയ്ക്കുന്നത്. അതിനുശേഷം മാങ്ങ വറുക്കിയിടുക. അതേപോലെ തന്നെ വേപ്പില, കുറച്ച് ഇഞ്ചിയും കൂടെ, പച്ചമുളക് 4-5 എണ്ണം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ചെറു തീയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി 1/2 സ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർക്കുക. അതിന് ശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കുക. കുറച്ച് വേപ്പിലയും കൂടെ ഇടുക. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി അതിൽ ഇരുന്ന് തന്നെ തേങ്ങാപ്പാലായതുകൊണ്ട് കുറുകിക്കോളും. ഒരുപാടിട്ട് ഇത് കുക്ക് ചെയ്യണ്ട. അങ്ങനെ അടിപൊളി റെസിപ്പി ഇവിടെ ശരിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ടേസ്റ്റി ആൻഡ് ഈസിയാണ്. അഭിപ്രായം പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയായിട്ട് വരാം.